എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗ്രോ അക്കാഡമിയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് 2026 ഓഗസ്റ്റ് 8 സർവീസിലെ അധ്യാപകർക്കായിട്ട് നടന്ന കേട്ടറ്റ് പരീക്ഷയുടെ ഉത്തരസൂചിക പങ്കുവയ്ക്കുക എന്നാണ്. കാറ്റഗറി 2 സെറ്റ് എ ബേസ് ചെയ്തിട്ടുള്ള ഉത്തരങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഉത്തരങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ആൻസർസ് കീ അല്ലെങ്കിൽ ഈ ഉത്തരസൂചിക അന്തിമമായിരിക്കില്ല എന്ന് ഓർമ്മയിൽ വെച്ചുകൊണ്ട് ചെക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇത് നമ്മൾ വളരെ പെട്ടെന്ന് ചെക്ക് ചെയ്ത് കണ്ടെത്തുന്ന ഉത്തരങ്ങളാണ്. ഏകദേശമൊക്കെ ശരിയായിരിക്കാം, പക്ഷെ പൂർണ്ണമായിട്ടും ശരിയായിരിക്കുകയല്ല. കാരണം തെറ്റുകൾ സംഭവിക്കാം, ചില ചോദ്യങ്ങൾ ക്യാൻസൽ ആവാം. അപ്പോൾ അതുകൊണ്ട് പരീക്ഷാഭവൻ്റെ ഉത്തരസൂചിക വരുന്നത് വരെ ക്ഷമിക്കുക. അതായിരിക്കും ഒഫീഷ്യൽ ആൻസർ കീ. ഇത് അൺഒഫീഷ്യലാണ്. ഇത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഒത്തിരി മാർക്കിൻ്റെയൊക്കെ ഡിഫറൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും അടുത്തൊരു കേട്ടറ്റിന് ഇപ്പോൾ തന്നെ ഒരുങ്ങാനായിട്ട് അവസരം ഒരുക്കുക ലക്ഷ്യത്തോടു കൂടിയാണ്. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ഉത്തരങ്ങൾ നോക്കാം. ആദ്യമായിട്ട് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ടൊക്കെ ശ്രദ്ധിക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. ഒന്നാമത്തെ ചോദ്യം, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 ചെയർമാൻ ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കസ്തൂരി രംഗൻ. രണ്ടാമത്തെ ചോദ്യം, വൈജ്ഞാനിക ഭൂപടം എന്ന ആശയം അവതരിപ്പിച്ച മനഃശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം ഓപ്ഷൻ ഡി, ടോൾമാൻ. മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം, മാനസിക അപഗ്രഥന സിദ്ധാന്തം അതായത് സൈക്കോ അനാലിസിസ് ആവിഷ്കരിച്ചത്? ഓപ്ഷൻ എ, സിഗ്മണ്ട് ഫ്രോയിഡ്. നാലാമത്തെ ചോദ്യം, SR ബന്ധത്തിന് പകരം RS ബന്ധത്തിനും പ്രബലനത്തിനും ഊന്നൽ നൽകിയ വ്യക്തി? ഉത്തരം ഓപ്ഷൻ എ, സ്കിന്നറാണ്. അഞ്ചാമത്തെ ചോദ്യം, പഠനത്തിൽ അന്തർദൃഷ്ടിയാണ് മുഖ്യ ഘടകമെന്ന സിദ്ധാന്തം അവതരിപ്പിച്ചത്? ഉത്തരം ഓപ്ഷൻ ഡി, ഗസ്റ്റാൾട്ട് വാദം. ആറാമത്തെ ചോദ്യം, 2 കുട്ടികൾക്ക് ഒരേ മാനസിക വയസ്സാണ്, അതായത് മെൻ്റൽ ഏജ്. എന്നാൽ ഒന്നാമത്തെ കുട്ടിക്ക് 10 വയസ്സും രണ്ടാമത്തെ കുട്ടിക്ക് 15 വയസ്സുമാണെങ്കിൽ ആരുടെ IQ ആയിരിക്കും കൂടുതൽ? ഉത്തരം ഓപ്ഷൻ ഡി, ഒന്നാമത്തെ കുട്ടി. ഏഴാമത്തെ ചോദ്യം, സമീപസ്ഥ വികാസ മണ്ഡലം അതായത് ZPD എന്ന ആശയം രൂപപ്പെടുത്തിയതാര്? ഉത്തരം ഓപ്ഷൻ സി, വൈഗോട്സ്കി. എട്ടാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ആന്തരിക അഭിപ്രേരണയ്ക്ക് ഉദാഹരണമേത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, സെമിനാറിൽ പങ്കെടുത്തപ്പോൾ ലഭിച്ച ആത്മസംതൃപ്തി. ഒൻപതാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ചേഷ്ടാവാദപരമായ സമീപനത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ആശയമാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്, കുട്ടി അറിവിൻ്റെ നിർമ്മാതാവാണ്. പത്താമത്തെ ചോദ്യം, സ്കൂൾ പാഠ്യപദ്ധതി രൂപീകരിക്കുക, അധ്യാപക പരിശീലനം ഉറപ്പാക്കുക എന്നീ ചുമതലകൾ വഹിക്കുന്ന കേരളത്തിലെ ഏജൻസി? ഉത്തരം ഓപ്ഷൻ ബി, SCRT ആണ് കേട്ടോ, SCRT. 11ാമത്തെ ചോദ്യം, സെനറ്റിക്സ് ഏത് തരക്കാരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടി രൂപപ്പെടുത്തിയതാണ്? ഉത്തരം ഓപ്ഷൻ എ, സർഗപരതയുള്ളവർ. 12ാമത്തെ ചോദ്യം, ഒരു വിഷയത്തിൻ്റെയും പ്രവർത്തനത്തിൻ്റെയും പഠനം മറ്റൊരു വിഷയത്തിൻ്റെയോ പ്രവർത്തനത്തിൻ്റെയോ പഠനത്തിന് സഹായകമാകുന്നുവെങ്കിൽ അതിനെ വിളിക്കുന്നതെന്ത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, അതിസംക്രമണം, പോസിറ്റീവ് ട്രാൻസ്ഫർ. 13ാമത്തെ ചോദ്യം, പിയാഷയുടെ ഇന്ദ്രിയ ചാലക ഘട്ടത്തിന് സമാനമായ ഭ്രൂണ നിർദ്ദേശിച്ച ഘട്ടം ഏത്? ഉത്തരം ഓപ്ഷൻ സി, പ്രവർത്തന ഘട്ടം. 14ാമത്തെ ചോദ്യം, വ്യക്തിത്വ സവിശേഷതാ സമീപനത്തിൻ്റെ വക്താവാര്? ഉത്തരം ഓപ്ഷൻ എ, ആൽപോർട്ട്. 15ാമത്തെ ചോദ്യം, അതീത ചിന്ത എന്ന ആശയം മുന്നോട്ട് വെച്ചതാര്? ഉത്തരം ഓപ്ഷൻ എ, ജോൺ എച്ച് ഫ്ലേവൽ. 16ാമത്തെ ചോദ്യം, ഇൻ്റർഫറൻസ് സിദ്ധാന്തം എന്തിനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി, മറവി. 17ാമത്തെ ചോദ്യം, ഒരു 12 വയസ്സുകാരൻ്റെ IQ 75 ആണെങ്കിൽ ആ കുട്ടിയുടെ മാനസിക വയസ്സ് എത്രയായിരിക്കും? ഉത്തരം ഓപ്ഷൻ എ, 9. 18ാമത്തെ ചോദ്യം, ആർജിച്ച അറിവിൽ നിന്നും നിരന്തരം അറിവുകൾ കൂട്ടിച്ചേർത്ത് അറിവിൻ്റെ വ്യാപ്തി വിപുലപ്പെടുത്തുന്ന പഠന രീതിയെ അറിയപ്പെടുന്നത്?
ഉത്തരം ഓപ്ഷൻ എ ചാക്രിക ആരോഹണ രീതി. 19ാമത്തെ ചോദ്യം, വ്യക്തിവ്യത്യാസത്തിന് കാരണമാകുന്ന ഒരു ആന്തരിക ഘടകം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് സർഗാത്മകത. 20ാമത്തെ ചോദ്യം, ഡെവലപ്മെൻ്റൽ ടാസ്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി പ്രായാനുസ്യത പ്രതീക്ഷകൾ. 21ാമത്തെ ചോദ്യം, ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ ഡി ഗാർഡനർ. 22ാമത്തെ ചോദ്യം, പ്രോജക്റ്റിൻ്റെ ഭാഗമായി കുട്ടികൾ കൂട്ടമായി ചേർന്ന് പ്രവർത്തിക്കുന്ന പഠന പാഠന രീതിയാണ്? ഓപ്ഷൻ സി സഹകരണ പഠനം. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം, സഹകരണ പഠനം. 23ാമത്തെ ചോദ്യം, സാമൂഹിക ബുദ്ധി അഥവാ സോഷ്യൽ ഇൻ്റലിജൻസ് എന്ന ആശയം അവതരിപ്പിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ ബി തോണ്ടൈക്ക്. 24ാമത്തെ ചോദ്യം, ഒരു പേനയെ ബസ്സായി സങ്കല്പിച്ച് കളിക്കുന്ന കുട്ടി പിയാഷെയുടെ വൈജ്ഞാനിക വികസന ഘട്ടങ്ങളിൽ ഏതിനെ പ്രതിനിധീകരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി ആണ് ആശയധാന പൂർവ്വഘട്ടം. 25ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ നിന്നും സർഗശേഷി നിർണ്ണയിക്കാൻ ഉപയോഗിക്കാവുന്ന ശോധകം തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ എ പാസി ടെസ്റ്റ്. 26ാമത്തെ ചോദ്യം, പിയാഷെയുടെ വൈജ്ഞാനിക പഠന സിദ്ധാന്തവുമായി ബന്ധപ്പെടാത്ത ആശയമാണ്. ബന്ധപ്പെടാത്തതാണ് ചോദിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ സ്കഫോൾഡിംഗ്. 27ാമത്തെ ചോദ്യം, സാമൂഹിക ഭാഷണം, സ്വയം ഭാഷണം, ആന്തരിക ഭാഷണം എന്ന ക്രമത്തിലാണ് ഭാഷ കുട്ടിയിൽ വികാസം പ്രാപിക്കുന്നത് എന്ന് വിശദീകരിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ സി വിഗോട്സ്കി. 28ാമത്തെ ചോദ്യം, അസ്വീകാര്യമായ ആഗ്രഹങ്ങളെ ശക്തമായ സാമൂഹിക അംഗീകാരമുള്ള പാതയിലേക്ക് തിരിച്ചുവിടുന്ന പ്രക്രിയയെ അറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ എ ഉദാത്തീകരണം അഥവാ സബ്ലിമേഷൻ. 29ാമത്തെ ചോദ്യം, മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ഏറ്റവും മുകളിലത്തേത് തിരഞ്ഞെടുക്കുക, ഏറ്റവും ടോപ്പ് വരുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് സ്വയം സാക്ഷാത്കാര ആവശ്യങ്ങൾ അഥവാ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്. അവസാന ചോദ്യം 30ാമത്തേത്, താഴെ പറയുന്നവയിൽ പ്രക്ഷേപണ ശോധകമല്ലാത്തതേത്? ഉത്തരം ഓപ്ഷൻ എ ആണ് സാമൂഹ്യമിതി. 30 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. നിങ്ങൾ നിങ്ങളുടെ OMR ഷീറ്റിൻ്റെ കോപ്പി വെച്ച് നോക്കുക എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്ന്. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, ഇത് ഫൈനൽ ആൻസർ കീ അല്ല, ഇത് വെറും ഒരു സാധാരണ ഉത്തരസൂചിക, അൺഒഫീഷ്യലായിട്ടുള്ള ഉത്തരസൂചികയാണ് എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. സെപ്റ്റംബർ മാസത്തിൽ നടക്കാനിരിക്കുന്ന കേട്ടറ്റ് പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നവർക്കായിട്ടുള്ള ബൂസ്റ്റർ ബാച്ച് നമ്മൾ ഓഗസ്റ്റ് 10-ാം തീയതി നാളെ മുതൽ ആരംഭിക്കുന്നു. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. വളരെ കുറഞ്ഞ ഫീസിലാണ്. താങ്ക് യു.